friends, welcome Jack and Thrill. It's me Mehay. അപ്പോൾ ഇന്ന് ഇംഗ്ലീഷിന്റെ ക്ലാസ് ആയിരുന്നു അല്ലേ? നമുക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ടീച്ചർ തന്നിട്ടുള്ള ആക്ടിവിറ്റീസ് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു പാഠം അല്ലേ? എന്താ പാഠത്തിന്റെ പേര്? Still we rise. ചിത്രത്തിൽ കാണുന്നത് ആരാണ്? സിൻഡ്രല്ല അല്ലേ? അപ്പോൾ സിൻഡ്രല്ലിന്റെ കഥയാണ് ഈ പാട്ടിൽ നമുക്ക് പഠിക്കുന്നത്. അപ്പൊ ഇന്ന് ടീച്ചർ എടുത്ത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. The Cinder Girl. Once upon a time, there was a rich man who lived happily with his wife and daughter. Once upon a time, പണ്ടൊരിക്കൽ, there was a rich man who lived happily with his wife and daughter. ഒരു ധനികനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പവും മകളുടെയൊപ്പവും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. One day, his wife fell sick. One day, ഒരു ദിവസം, his wife fell sick. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അസുഖം ഉണ്ടായി. When she felt that her end was drawing near, she called her only daughter near her and said, ഒരു ദിവസം അവളുടെ അന്ത്യം അടുത്തതായി തോന്നിയപ്പോൾ അവളുടെ മകളെ അവൾ അടുത്തേക്ക് വിളിച്ചു. Dear child, be good and pious, and God will always take care of you. നല്ല കുട്ടിയായി ദൈവഭക്തിയോടെ ജീവിക്കണം. ദൈവം നിന്നെ നോക്കിക്കോളും. I will look upon your from heaven and will be with you. ഞാനും നിന്നെ സ്വർഗത്തിൽ നിന്ന് കാണും. എപ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. And then she closed her eyes forever. ഇതും പറഞ്ഞ് എന്നേക്കുമായി അവൾ കണ്ണടച്ചു. The maiden went every day to her mother's grave and wept, and remained pious and good. When winter came, the snow covered the grave with a white covering. Then she sun came in the early spring, then melted it away. Soon Cinderella's father married again. The new wife was a proud and unkind woman. ആ പെൺകുട്ടിയുടെ അമ്മ മരിച്ചു. അവൾക്ക് ഒരുപാട് ദുഃഖം തോന്നി. അവൾ എല്ലാ ദിവസവും അവളുടെ അമ്മയുടെ ഗ്രേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശവക്കല്ലറ. അമ്മയുടെ കല്ലറയ്ക്ക് മുമ്പിൽ പോയി പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൾക്ക് തനിച്ചായതുപോലെ തോന്നി. And remained pious and good. അമ്മ പറഞ്ഞതുപോലെ നല്ലവളായോ ദൈവഭക്തിയായുള്ള അവളായി അവൾ ജീവിച്ചു. മഞ്ഞുകാലം വന്നപ്പോൾ കല്ലറ മഞ്ഞാൽ മൂടി കാണപ്പെട്ടു. When the sun came in the early spring and melted it away. വസന്തം വന്നപ്പോൾ അവൾ ഉരുകിപ്പോയി. പിന്നീട് പെട്ടെന്ന് തന്നെ സിൻഡ്രല്ലയുടെ അച്ഛൻ രണ്ടാമതും വിവാഹിതനായി. അയാളുടെ പുതിയ ഭാര്യ അഹങ്കാരിയും ദയയില്ലാത്തവളുമായിരുന്നു. The new wife brought her 2 daughters along with her. Though they were beautiful and fair in appearance, at heart they were wicked and ugly. And then began the evil times for the poor girl. Is the stupid creature to sit in the same room with us? Asked they. Those who eat food must earn it. അവളുടെ സ്റ്റെപ്പ് മദർ തനിച്ചാണോ വന്നത്? അല്ല,
അവരുടെ 2 പെൺമക്കളെയും കൂട്ടിക്കൊണ്ടാണ് വന്നത്. പെൺമക്കൾ കാഴ്ചയിൽ എങ്ങനെയുള്ളവരായിരുന്നു? ബ്യൂട്ടിഫുൾ ആൻഡ് ഫെയർ ഇൻ അപ്പിയറൻസ്. കാഴ്ചയിൽ സുന്ദരികളായിരുന്നു, പക്ഷെ ഹൃദയം കൊണ്ടോ? At heart they were wicked and ugly. കുബുദ്ധികളും ദുഷ്ടരുമായിരുന്നു അവരുടെ പെൺമക്കൾ. അവർ വന്നതോടുകൂടി സിൻഡ്രല്ലയുടെ കഷ്ടകാലം ആരംഭിച്ചു. അവളെ കണ്ടപ്പോൾ അവർ എന്താണ് ചോദിച്ചത്? Is the stupid creature to sit in the same room with us? Creature, ജീവി അല്ലെങ്കിൽ ജന്തു. ഈ സ്റ്റുപ്പിഡായ ജന്തു ഈ പെണ്ണ് ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളിരിക്കുന്ന റൂമിൽ ഇങ്ങനെ ഇരിക്കാനാണോ എന്നാണ് അവര് ചോദിച്ചത്. Those who eat food must earn it. ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ജോലി ചെയ്യണം. She is nothing but a kitchen maid. They took away her pretty dresses and forced her to put on an old grey one. They also gave her wooden shoes to wear. The stepsisters laughed at her and sent her to the kitchen. There she was made to do heavy work from morning to night. Get up early in the morning, draw water, make the fire, cook and wash. In the evenings, she was quite tired after the day's hard work, as she had no bed to lie upon. She had to rest on the hearth among the cinders. She always looked dusty and dirty, as she slept in the cinders, so they named her Cinderella. ആ വീട്ടിൽ അവൾ വെറും ഒരു അടുക്കളക്കാരിയായി മാറി. But a kitchen maid. They took away her pretty dresses and forced her to put on an old grey one. അവളുടെ ഭംഗിയുള്ള ഡ്രസ്സെല്ലാം അവരെടുത്തു മാറ്റുകയും പഴയൊരു നരച്ച ഡ്രസ്സ് അവൾക്ക് ഇടാനായി കൊടുക്കുകയും ചെയ്തു. കാൽ ധരിക്കാനായി മരത്തിന്റെ ഷൂ ആണ് കൊടുത്തത്. The stepsisters laughed at her and sent her to the kitchen. ആ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് അവളെ പരിഹസിക്കുകയും കിച്ചണിലേക്ക് അയക്കുകയും ചെയ്തു. അവിടെ അവൾക്ക് രാവിലെ മുതൽ രാത്രി വരെയും കഠിനമായി ജോലി ചെയ്യേണ്ടി വന്നു. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, വെള്ളം കോരുകയും അടുപ്പിൽ തീ കൂട്ടുകയും ഭക്ഷണം പാകം ചെയ്യുകയും അലക്കുകയും എല്ലാം വേണം. ഇതുപോലുള്ള എല്ലാ ജോലികളും അവർ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. വൈകുന്നേരം ആകുമ്പോഴേക്കും അവൾ രാവിലത്തെ ജോലിയുടെ ഭാരം കൊണ്ട് വളരെയധികം ക്ഷീണിതയായി. അവൾക്ക് കിടക്കാനായി ഒരു ബെഡ് പോലും അവർ കൊടുത്തില്ല. She had to rest on the hearth among the cinders. അവൾക്ക് അടുപ്പിന്റെ അടുത്തായിട്ടാണ് കിടക്കാനായിട്ടാണ് സ്ഥലം കൊടുത്തത്. hearth എന്നാൽ അടുപ്പ് എന്നാണ്. She always looked dusty and dirty as she slept in the cinders, so they named her Cinderella. അതിനിടയിലാണ് അവൾ കിടന്നിരുന്നത്. അടുപ്പിനരികെയായി കത്തിത്തീർന്ന വിറകുകൾക്കൊക്കെ ഇടയിലായിരുന്നു അവൾ കിടന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും അവളുടെ ദേഹത്താകെ പൊടിയും അഴുക്കുമായി കാണപ്പെട്ടു. അവൾക്ക് പേരുമിട്ടു. എന്താ പേരിട്ടത്? സിൻഡ്രല്ല. സിൻഡ്രല്ല എന്നാണ് അവർ അവളെ വിളിച്ചിരുന്നത്. The magic begins. One day, the young prince of the land invited all the young girls of the kingdom to a ball, planning to choose the princess from amongst them. Cinderella's sisters were delighted on hearing this invitation. They selected the best gowns. They dressed the hairs, but they were not taking Cinderella with them. You can go when beggars' shoes hold a ball, they told her. Comb our hair, brush our shoes,
and make our buckles fast. We are going to the prince's ball." When she heard this, Cinderella could not help crying, for she too liked to go to the party. She begged her stepmother to take her along. "What, you Cinderella? In all your dust and dirt, you want to go to the ball? You have no dress and no shoes. You want to dance?" She turned her back to Cinderella and hurriedly set out with her two proud daughters. When Cinderella lost sight of them, she felt very sad. She started crying. Tears rolled down her cheeks. She thought of her own mother. "If my mother had been alive, she alive, she would have sent me to the ball." ഒരു ദിവസം ആ നാട്ടിലെ രാജകുമാരൻ എല്ലാ യുവതികളെയും കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. നൃത്തമൊക്കെയുള്ള വലിയൊരു പാർട്ടിയായിരുന്നു അത്. രാജകുമാരന് തന്റെ ഭാവി വധുവിനെ തെരഞ്ഞെടുക്കുവാനായിട്ടാണ് ഇതുപോലൊരു പാർട്ടി വെച്ചത്. കൊട്ടാരത്തിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ സിൻഡ്രല്ലയുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സിന് വളരെയധികം സന്തോഷമായി. അവർ ഏറ്റവും നല്ല ഉടുപ്പുകൾ തിരഞ്ഞെടുത്തു. അവരുടെ മുടിയൊക്കെ മനോഹരമായി അലങ്കരിച്ചു. ഏറ്റവും നന്നായി ഒരുങ്ങി കൊട്ടാരത്തിലേക്ക് പോകുവാൻ തയ്യാറായി. പക്ഷെ അവർ സിൻഡ്രല്ലയെ കൂടെ കൂട്ടിയോ? ഇല്ല. എന്താണ് അവളോട് പറഞ്ഞത്? "You can go when beggars hold a ball." ഭിക്ഷക്കാർ ഇതുപോലൊരു പാർട്ടി വെക്കുമ്പോൾ നിനക്ക് അവിടേക്ക് പോകാം എന്ന് അവിടെ കളിയാക്കി. "Comb our hair, brush our shoes, and to make our buckles fast." എന്നിട്ട് എന്താണ് അവളോട് പറഞ്ഞത്? "ഞങ്ങളുടെ മുടി ചീകി മനോഹരമാക്കി തരൂ, നിങ്ങൾ ഷൂ ഒക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് വെക്കൂ." അവർക്ക് പോകുവാനായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്താൻ അവരെ സഹായിക്കാനാണ് സിൻഡ്രല്ലയോട് പറയുന്നത്. അവർ കൊട്ടാരത്തിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ സിൻഡ്രല്ല അവരുടെ സ്റ്റെപ്പ് മദറിനോട് യാചിച്ചു. അവരുടെ കൂടെ സിൻഡ്രല്ലയും കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ യാചിച്ചു. സിൻഡ്രല്ല സ്റ്റെപ്പ് മദറോട് യാചിച്ചു. അപ്പോൾ സ്റ്റെപ്പ് മദർ എന്താ പറഞ്ഞത്? "യു സിൻഡ്രല്ല, ഈ അഴുക്കും പൊടിയും പിടിച്ച് നിൽക്കുന്ന ഈ സിൻഡ്രല്ലയാണോ ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്? നിനക്കാണോ പാർട്ടിക്ക് പോകേണ്ടത്? നിനക്ക് നല്ല ഉടുപ്പുണ്ടോ? നല്ല ഷൂ ഉണ്ടോ? ഇതൊന്നുമില്ലാതെ നിന്നെയാണോ ഞങ്ങൾ കൊണ്ടുപോകേണ്ടത്?" എന്ന് പറഞ്ഞ് സ്റ്റെപ്പ് മദർ അവരുടെ രണ്ട് മക്കളെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് പോയി. അവർ പോകുന്നത് നോക്കി സിൻഡ്രല്ല വളരെ വിഷമത്തോടെ നിന്നു. അവരുടെ കണ്ണു നിറഞ്ഞു. അവൾ കരഞ്ഞു. അവൾ അവളുടെ അമ്മയുടെ കുറിച്ച് ഓർത്തു. "എൻ്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്കും കൊട്ടാരത്തിലേക്ക് പോകാമായിരുന്നു" എന്ന് അവൾ ഓർത്തു. വളരെയധികം വിഷമിച്ച് നിന്നു. Suddenly she heard a voice. പെട്ടെന്ന് അവളൊരു ശബ്ദം കേട്ടു. ഇതുവരെയല്ലേ നമുക്കിന്ന് ടീച്ചർ എടുത്തത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാൻ പറ്റും. What advice did the dying mother give her mother? എന്തുപദേശമാണ് സിൻഡ്രല്ലയ്ക്ക് അവൾക്ക് അമ്മ നൽകിയത്? The dying mother advised her daughter to be good and pious, so that God would always take care of her. Mother also told her that she would look up on her from heaven and be with her. എന്താണ് ഉപദേശിച്ചത്? നല്ല കുട്ടിയും ദൈവഭക്തിയുള്ള കുട്ടിയുമാകണം. ദൈവം നിന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകും. അതുപോലെ തന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. What happened to the mother's grave when winter came? തണുപ്പ് കാലമായപ്പോൾ അമ്മയുടെ ശവപ്പെട്ടിയിൽ എന്താണ് സംഭവിച്ചത്? When winter came, the snow covered the grave with a white covering.
സ്നോ വന്നപ്പോൾ എന്നുവെച്ചാൽ മഞ്ഞ് വന്നപ്പോൾ ഫുള്ളും വൈറ്റ് ആയിട്ട് കവർ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. Cinderella was ill-treated by her stepmother and stepsisters. What could be the reasons? അപ്പോൾ സിൻഡ്രല്ലയെ രണ്ടമ്മയുടെ പെൺമക്കളും വല്ലാതെ ദ്രോഹിച്ചു. എന്തായിരിക്കും അതിന് കാരണം? The stepmother and stepsisters ill-treated Cinderella because she was beautiful girl and she was not the own daughter or sister. Also, the stepmother and stepsisters were wicked and ugly at her. സിൻഡ്രല്ല വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അവരുടെ സ്വന്തം മകളല്ല, സ്വന്തം സഹോദരല്ലാത്ത കാരണം അവരുടെ രണ്ടാനമ്മയുടെ പെൺമക്കളും സിൻഡ്രല്ലയെ വല്ലാതെ ഉപദ്രവിച്ചു. അതുകൂടാതെ ഈ രണ്ടാനമ്മയും അവരുടെ പെൺമക്കളും മനസ്സിൽ വളരെയധികം ക്രൂരതയുള്ളവരും മോശപ്പെട്ടവരുമായിരുന്നു. Why is Cinderella called so? സിൻഡ്രല്ല എന്ന പേര് എങ്ങനെയാണ് വന്നത്? Cinderella has no bed to lay up on and she takes rest on the hearth among the cinders. She always looks dusty and dirty as she sleeps in the cinders. That is why Cinderella is called so. സിൻഡ്രല്ലയ്ക്ക് കിടക്കുവാനോ ഉറങ്ങാനോ ഒരു കട്ടിലവും മെത്തയും ഇല്ലാത്തത് കാരണം അവളൊരു ഫയർ പ്ലേസ് അടുപ്പിന്റെ അടുത്തായിരുന്നു കിടന്നുറങ്ങിയത്. എപ്പോഴും ഈ ചാരത്തിന്റെ മുറിയിൽ കിടന്നുറങ്ങിയോണ്ട് സിൻഡ്രല്ലയുടെ എപ്പോഴും ഡസ്റ്റി ആൻഡ് ഡർട്ടി ആയിരുന്നു. എപ്പോഴും ചാരമെല്ലാം പിടിച്ച് പൊടിയൊക്കെ പിടിച്ച് വൃത്തികേടായിരുന്നിട്ടാണ് ഇരുന്നത്. ദാറ്റ് ഈസ് വൈ സിൻഡ്രല്ല ഈസ് കോൾഡ് സോ. അതുകൊണ്ടാണ് സിൻഡ്രല്ല എന്ന് വിളിക്കാൻ കാരണം. ഇന്നത്തെ ക്ലാസ്സിൽ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. അടുത്ത വീഡിയോ കാണുവാനായിരിക്കും. ബൈ ബൈ.